നിങ്ങളെല്ലാം പറഞ്ഞ പോലെ നമ്മുടെ റെഡ് വരിക്ക നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. പക്ഷേ ഇത് ഇച്ചിരി റെയറായിട്ടുള്ളൊരു പീസാണ് റെഡ് കളർ. നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഈ ചൈനയിൽ നിന്നുള്ള വീഡിയോസൊക്കെ വന്നിട്ടുള്ളത് ഈ ചക്കനെ കുറിച്ച്. റെഡ് കളറാണ്, അതായത് നമ്മൾ സാധാരണ ആയിരിക്കും പെയിൻ്റ് അടിച്ചാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഇത് പെയിൻ്റ് അടിച്ചതല്ല, സംഭവം അതിൻ്റെ കളറ് അത് തന്നെയാണ് ആ ചക്ക. അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം വരുന്ന വെറൈറ്റീസൊക്കെ നിങ്ങളോട്ട് പരിചയപ്പെടുന്നതാണ്. ഇത് തന്നെയാണ് റെഡ് വരിക്കയുടെ, പക്ഷേ ചുള ഇതിന് കുറവാണ്. പക്ഷേ ഇതിൽ വെള്ളം കയറില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ തൊലിക്ക് നല്ല കട്ടിയാണ്, കണ്ടില്ലേ? ഇത്രയും കട്ടി ഉണ്ടാവും എൻ്റെ തൊലിക്ക്. അത് ജസ്റ്റ് മരത്തിൽ കിടന്ന് പഴുത്തുകൊണ്ട് ഞാൻ പറഞ്ഞാൽ മുറിച്ചതേ ഉള്ളൂ. ഇത് നമ്മൾ നോർമൽ ചക്ക തന്നെയാണ്. ഇതിൽ പഴുക്കാതെ ഇത് കറി വെക്കാൻ ആൾ വന്നുകൊണ്ട് നമ്മൾ മുറിച്ചതാണ്, വേവിക്കാൻ വേണ്ടിയിട്ട്. കാരണം നല്ല വലിയ മുട്ടൻ ചോളയാണ്, കണ്ടില്ല? വലിയ ചോള വേവിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളത് മുറിച്ച് കൊടുത്തത്. അപ്പോൾ അത് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് മുറിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ ചങ്ങനാശ്ശേരി ഏരിയയിലുള്ള ചക്കയാണ്, സാധാ ചക്കയാണ്, നോർമൽ ചക്ക. റെഡ് വരിക്കയുടെ ഞങ്ങൾക്ക് അനുമതി, ഇത് റെഡ് വരിക്കയാണ്. ഈ സാധനം റെഡ് വരിക്കയാണ്. ഇത് നമ്മുടെ മാംഗോ സ്മെല്ലെന്ന് പറഞ്ഞിട്ടൊരു ചക്കയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചക്ക പഴുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അതും കൂടെ കട്ട് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഈ ഇരിക്കുന്നതും റെഡ് വരിക്കയാണ്. പിന്നെ നമ്മൾ കുറച്ച് പഴുക്കാനായിട്ട് ഓൾറെഡി കയറ്റി, അതുകൊണ്ട് അത് എല്ലാം കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ട്, അത് കാണിക്കാൻ പറ്റാത്തതാണ്. നല്ല പഴുത്ത ചക്കയാണ്, അങ്ങനെ ഒരുപാട് ലേറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് വീഡിയോസ് ചെയ്യാതിരുന്നത്. ഇത് ഇന്നലെ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, റോസ് വരിക്ക, റോസ് കളർ, അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് വരിക്ക, അതായത് റെഡ് കളറാണ്, തൊലിക്ക് ഫുൾ റെഡ് കളറാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പല പല വെറൈറ്റി സാധനങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട നമ്മളെ ചാനലും കൂടെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു എനർജി. പിന്നെ നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് വീഡിയോസ് പിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, കാരണം നല്ല മഴയായതുകൊണ്ട് നമുക്ക് ക്യാമറ പിടിച്ച് വീഡിയോ ഇടുന്നതും പിടിക്കുന്നതും നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അത് പറ്റാത്തതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ഇപ്പോൾ എൻ്റെ നട്ടാണ് ചന്ദനക്കാവ്, ആലപ്പുഴ ചന്ദനക്കാവ്. ഇന്ന് ഞായറാഴ്ചയല്ലേ, വൈകുന്നേരം ടൈം ആയതുകൊണ്ട് ഇച്ചിരി തിരക്കൊക്കെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ സാധാരണ ഞങ്ങൾ വന്നതിന് കുറച്ച് നേരം തുറന്ന് അതായത് പോയതിൻ്റെ കൂലി എടുക്കാനുള്ള ഒരു ചെറിയ കച്ചവടം നമ്മൾ ഉണ്ട്. നമ്മളിപ്പോൾ അതെല്ലാം പഴുക്കാൻ കയറ്റിയിരിക്കുകയാണ്, കണ്ടില്ലേ? അതെല്ലാം ഉള്ളിലിരിക്കുന്നതൊക്കെ നമ്മൾ പഴുക്കാനായിട്ട് ചാക്ക് കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് റെഡ് വരിക്ക. നമ്മൾ യൂട്യൂബിൽ കാണുന്ന പെയിൻ്റ് അടിച്ച ചക്കയെന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഇത് സംഭവം പെയിൻ്റ് അടിച്ചതല്ല, നമ്മുടെ നാട്ടിൽ ഇത് വളരെ റയറായിട്ടേ കിട്ടാറുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ നിങ്ങളോട്ട് എത്തിക്കണമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ നിങ്ങളോട്ട് എത്തിച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ട മറക്കാതെ തന്നെ നമ്മൾ പറഞ്ഞ മാതിരി നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമ്മളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇനിയും പുതിയ വീഡിയോകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും